ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് നടന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കം നിരവധി നേതാക്കളാണ് രംഗത്ത് വരുന്നത്. ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് AAP. അതിനിടെ കെജ്രിവാളിന് നിയമസഹായം ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങി. ഇന്ത്യ സഖ്യത്തിലെ മുൻനിര പാർട്ടികളിൽ ഒന്നായ AAPയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷ ഐക്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചകൾക്കാണ് ദേശീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉണ്ടായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. അറസ്റ്റിനു പിന്നാലെ വിഷയത്തിൽ അടിയന്തര വാദം കേൾക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അഭിഭാഷക സംഘം സുപ്രീം കോടതി രജിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അവരോട് കാത്തിരിക്കാനായിരുന്നു നിർദ്ദേശം. അതേസമയം കെജ്രിവാൾ ജയിലിൽ നിന്ന് തന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് തുടരുമെന്നാണ് AAP അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഭരണഘടനാപരമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മദ്യനയ കേസിൽ കെജ്രിവാളിനെ ഗൂഢാലോചനക്കാരൻ എന്നാണ് അന്വേഷണ ഏജൻസിയായ ED വിശേഷിപ്പിച്ചത്. അതിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് നീക്കം. കെജ്രിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ കടുത്ത വിമർശനവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്ത് വന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുമെന്ന ഭയമുണ്ടെന്നും അതിനാൽ പ്രതിപക്ഷ നേതാക്കളെ പൊതുജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനാണ് ശ്രമിക്കുന്നതെന്നുമാണ് അഖിലേഷ് യാദവ് ഒരു എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും എത്തി. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തീർത്തും തെറ്റായതും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിങ്ങളുടെ വിമർശകരോട് പോരാടുക, അവരെ ധീരമായി നേരിടുക. തീർച്ചയായും അവരുടെ നയങ്ങളെയും പ്രവർത്തന ശൈലിയെയും എതിർക്കാം. ഇതാണ് ജനാധിപത്യം. എന്നാൽ ഈ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാനായി രാജ്യത്തെ എല്ലാ സ്ഥാനങ്ങളുടെയും ശക്തി ഉപയോഗിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കി ദുർബലപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ എല്ലാ തത്വങ്ങൾക്കും എതിരാണെന്ന് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തെ പ്രതിപക്ഷ BJP ലക്ഷ്യമിടുന്നതും ആക്രമിക്കപ്പെടുന്നതുമായ വഴികൾ പ്രിയങ്ക പട്ടികപ്പെടുത്തി. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും ED, CBI, IT എന്നിവയെ കൊണ്ട് രാവും പകലും സമ്മർദ്ദത്തിലാണ്. ഒരു മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചു, മറ്റൊരു മുഖ്യമന്ത്രിയെ ജയിലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത്തരം ലജ്ജാകരമായ രംഗം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാണുന്നതെന്നവർ തുറന്നടിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുകയും ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അറസ്റ്റ് തടയാൻ ഹൈക്കോടതി വിസമ്മതിച്ചതിനെ തുടർന്നാണ് കെജ്രിവാളിനെതിരെ ED കടുത്ത നടപടിയുമായി രംഗത്തു വന്നത്.